മാർത്തോമ സഭയുടെ മല്ലപ്പള്ളി മാർത്തോമ സെൻട്രൽ സൊസൈറ്റിയുടെയും ആശ്രയ മന്ദിരത്തിൻ്റെയും സിൽവർ ജൂബിലി സമാപന സമ്മേളനം നടന്നു. ഡോക്ടർ യുഹാക്കീം മാർ കുർലോസ് സഫക്ടൻ മെത്രാപ്പോലീത്ത ഉദ്ഘാടനം ചെയ്തു. അവഗണിക്കപ്പെട്ടവരെ തേടിച്ചെന്ന് കരുണയും സ്നേഹവും പങ്കുവെക്കുന്നതാണ് സഭയുടെ യഥാർത്ഥ ദൗത്യമെന്ന് ഡോക്ടർ യുഹാക്കീം മാർ കുർലോസ് സഫക്ടൻ മെത്രാപ്പോലീത്ത പറഞ്ഞു. മാർത്തോമ സഭയുടെ മല്ലപ്പള്ളി മാർത്തോമ സെൻട്രൽ സൊസൈറ്റിയുടെയും ആശ്രയ മന്ദിരത്തിന്റെയും സിൽവർ ജൂബിലി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സഫർഗൻ മെത്രാപ്പോലീത്ത. കാണാതെ പോയതിനെ തിരഞ്ഞെടുക്കാൻ നഷ്ടപ്പെടുക എന്നതിനെ കുറിച്ച് വളരെ വ്യത്യസ്തമായ ഡെഫിനിഷൻസ് ലഭിക്കുമെന്നുള്ളതിനെ കുറിച്ച് സംശയം. എന്നാൽ പൊതുവെ സ്വീകാര്യമായ ഡെഫിനിഷൻ മിസ്പ്ലേസ്ഡ് വേർഡ്സ് ആർ ലോസ്റ്റ് വേർഡ്സ്. ഇരിക്കേണ്ടിടത്ത് ഇരിക്കാത്തതെല്ലാം നഷ്ടപ്പെട്ടത്, ആയിരിക്കേണ്ടിടത്തിൽ ആയിരിക്കാത്തതെല്ലാം തന്നെ നഷ്ടപ്പെട്ടത്. എന്നാൽ സഭയുടെ ദൗത്യം എന്താണ്? കർത്താവ് ഇതിനു വേണ്ടിയാണ് നിൽക്കുന്നത്. ഇരിക്കേണ്ടതിന് ഇരിക്കേണ്ടിടത്ത് ഇരുത്തുകയും രൂപവും ഭാവവും നഷ്ടപ്പെട്ടതിന് രൂപവും ഭാവവും തിരിച്ചു നൽകുക എന്നതാണ്. അതിനുവേണ്ടിയാണ് കർത്താവ് ദൗത്യം. ഈ ദൗത്യമാണ് കർത്താവ് സഭയെ ഏൽപ്പിച്ചത്. സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇതായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും. യോഗത്തിൽ കോട്ടയം കൊച്ചി ഭദ്രാസന അധ്യക്ഷൻ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ബീന ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. ഈ ശാന്തതയിൽ അല്പസമയം ഇരിക്കുമ്പോൾ ഒരു വിസ്മയകരമായിട്ടൊരു മാറ്റം മനസ്സിന് അനുഭവീയമാവും. ഒന്ന് ആ ഒരു ഫീൽ, ഒരു തോട്ട് ഉണ്ടല്ലോ. അതായത് മാർത്തോമ സഭ, പ്രത്യേകിച്ചും നമ്മുടെ മല്ലപ്പള്ളി മാർത്തോമ സൊസൈറ്റി, സെൻട്രൽ സൊസൈറ്റി, ഇപ്പോൾ നമ്മുടെ ആശ്രയ മന്ദിരം 25 വർഷങ്ങൾ പൂർത്തിയാക്കുകയാണ്. നമ്മളിലേക്ക് കൂടുതൽ കേന്ദ്രീകരിക്കുന്ന ഒരു സാമൂഹിക ക്രമമാണ് ഇപ്പോൾ ഉള്ളത്. തൊട്ടടുത്ത വീട്ടിൽ നമ്മളെപ്പോഴും പറയും, ആരാണെന്ന് പോലും തിരക്കേണ്ട അങ്ങനൊരു സാഹചര്യം ഇപ്പോൾ ഇല്ല സാമൂഹികവുമായിട്ട്. അപ്പം അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ചേർത്ത് പിടിക്കുക എന്നുള്ളത് വളരെ മഹനീയമായിട്ടുള്ളൊരു കാര്യമാണ്. മാർത്തോമ സഭയുടെ മിഷൻ അതെത്രത്തോളം ആഴമുള്ളതാണ്, അതെത്രത്തോളം മനുഷ്യപക്ഷത്തിൽ നിൽക്കുന്നതാണ്. ആ മനുഷ്യപക്ഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിത്തറ വിശുദ്ധ വേദപുസ്തകവും വിശ്വാസവും ആധ്യാത്മികതയുമാണ് എന്നുള്ളത് നമുക്കറിയാം. എന്നുള്ളത് വെളിവാക്കുന്നതാണ് വാസ്തവത്തിൽ ഈ പ്രവർത്തനങ്ങൾ. അടൂർ ഭദ്രാസന അധ്യക്ഷൻ മാത്യൂസ് മാർ സെറാഫിം എപ്പിസ്കോപ്പ അനുഗ്രഹ പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് മാത്യു തോമസ് MLA, സഭാ സെക്രട്ടറി റവറൻ ABT മാമൻ, സീനിയർ വികാരി ജനറൽ റവറൻ മാത്യു ജോൺ, വികാരി ജനറൽമാരായ റവറൻ ജോർജ് P. സക്കറിയ, റവറൻ ഡോക്ടർ സാംസൺ M. ജേക്കബ്, ഭദ്രാസന സെക്രട്ടറി റവറൻ അലക്സ് എബ്രഹാം, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KG സാബു, ഓർഫനേജ് കൺട്രോൾ ബോർഡ് അംഗം MR രാജേഷ് കുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗം പാർത്തൻ S, ഡയറക്ടർ റവറൻ ജോജി തോമസ്, സെക്രട്ടറി ഡോക്ടർ ജേക്കബ് ജോർജ്, ട്രഷറർ ജോസി കുര്യൻ, ആശാനിലയം സൂപ്രണ്ട് റവറൻ ആൽവിൻ അലക്സാണ്ടർ, റവറൻ ഡോക്ടർ കോശി P. വർഗീസ്, മുൻ സഭാ സെക്രട്ടറി റവറൻ ഉമ്മൻ ഫിലിപ്പ്, റവറൻ സജീവ് തോമസ് എന്നിവർ പ്രസംഗിച്ചു. വിവിധ ഇടവുകളിലെ കൊയറുകൾ ചടങ്ങിൽ ഗാനങ്ങൾ ആലപിച്ചു.